മാർച്ച് 9 നോമ്പുകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച. ലൂക്ക 4:1-13 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം മരുഭൂമിയിലെ യേശുവിൻ്റെ പരീക്ഷണങ്ങളുടെ വിവരണം അവതരിപ്പിക്കുന്നു. ഇത് അർത്ഥപൂർണവും നമുക്ക് വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നതുമാണ്. 40 പകലും 40 രാത്രിയും ഉപവസിക്കുന്ന യേശു മരുഭൂമിയിൽ ഒറ്റയ്ക്കാണ്. പകൽ സമയത്ത് ചുട്ടുപൊള്ളുന്ന സൂര്യനും രാത്രിയിൽ തണുത്ത കാറ്റും ആണ് അവൻ്റെ കൂട്ടാളികൾ. വിശപ്പിൽ നിന്ന് യേശു ദുർബലനാകുമ്പോൾ പിശാച് അവനെ പരീക്ഷിക്കുന്നതായി കാണാം. യേശുവിൻ്റെ വിശ്വസ്തതയ്ക്ക് പകരമായി ശക്തിയും സമ്പത്തും മഹത്വവും വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ ദുർബലതയെ ചൂഷണം ചെയ്യാൻ പിശാച് ശ്രമിക്കുന്നു. എന്നാൽ ദൃഢനിശ്ചയവും സ്ഥിരചിത്തനുമായ യേശു തൻ്റെ വിശ്വാസത്തിൻ്റെയും തിരുവെഴുത്തുകളുടെ ജ്ഞാനത്തിൻ്റെയും ശക്തിയാൽ ഓരോ ചെറുക്കുന്നു. യേശുവും പിശാചും തമ്മിലുള്ള ഈ തീവ്രവും നാടകീയവുമായ കൂടിക്കാഴ്ച നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ആത്മീയ പോരാട്ടങ്ങളുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ഈ സുവിശേഷ ഭാഗത്തിലെ ചില വാക്യങ്ങൾ പ്രത്യേകിച്ച് ഹൃദയസ്പർശിയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു ദൈവിക മാർഗനിർദ്ദേശത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തെ സൂചിപ്പിക്കുന്നു. 40 വാചകം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ 40 വർഷം അലഞ്ഞു തിരിഞ്ഞതിനെ ഓർമ്മപ്പെടുത്തുന്നു. പരീക്ഷണത്തിൻ്റെയും തയ്യാറെടുപ്പിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു അത്. നീ ദൈവപുത്രനാണെങ്കിൽ എന്ന ആവർത്തിച്ചുള്ള പിശാചിൻ്റെ വെല്ലുവിളി യേശുവിൻ്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും കുറിച്ച് സംശയം വിതയ്ക്കാൻ ലക്ഷ്യമിടുന്നു. അവസാനമായി ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന യേശുവിൻ്റെ പ്രതികരണങ്ങൾ പ്രലോഭനത്തെ ചെറുക്കുന്നതിൽ തിരുവെഴുത്തിൻ്റെ ശക്തിയും അധികാരവും ഊന്നിപ്പറയുന്നു. ഈ സുവിശേഷ ഭാഗം ഇന്ന് പ്രസക്തമായിരിക്കുന്നത് എന്തുകൊണ്ട്? പ്രലോഭനം ഒരു സാർവത്രിക മനുഷ്യ അനുഭവമാണ്. ഭൗതിക സമ്പത്തിൻ്റെയോ ശക്തിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെയും ഉദ്ദേശ്യത്തെയും ചോദ്യം ചെയ്യുന്നതിൻ്റെയോ ആകട്ടെ, നാം എല്ലാവരും ദുർബലതയുടെ ചില നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്നു. യേശു പോലും പ്രലോഭനത്തിൽ നിന്ന് മുക്തനായിരുന്നില്ല. എന്നിരുന്നാലും ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിലും ആശ്രയിച്ചുകൊണ്ട് അവൻ അതിനെ അതിജീവിച്ചു എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനത്തെ ചെറുക്കാൻ കഴിയുന്ന ഒരു മാർഗം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും തിരുവെഴുത്തിലെ പഠിപ്പിക്കലുകളിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്നതാണ്. പ്രാർത്ഥന, ധ്യാനം, തിരുവെഴുത്തുകൾ എന്നിവയിലൂടെ നമുക്ക് നമ്മുടെ ആത്മീയ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താനും പ്രലോഭനങ്ങളെ ചെറുക്കാൻ കൂടുതൽ സജ്ജരാകാനും കഴിയും. പ്രലോഭനത്തെ ചെറുക്കാനുള്ള മറ്റൊരു മാർഗം പ്രലോഭനത്തിൻ്റെ ഉറവിടം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയാൻ സത്യമായി തീരുമാനിക്കുക എന്നതാണ്. പിശാച് ലൗകിക സുഖങ്ങളും ശക്തിയും കൊണ്ട് യേശുവിനെ വശീകരിക്കാൻ ശ്രമിച്ചു. പ്രലോഭനങ്ങളെ നിരസിക്കുന്നതിനും അവയുടെ സ്വഭാവവും സാധ്യമായ അനന്തരഫലങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസങ്ങളോടും മൂല്യങ്ങളോടും വിശ്വസ്തത പുലർത്തുന്നതിന് നമുക്ക് ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഇതിനു വേണ്ടത് ശ്രദ്ധ, ഒരു സ്വയം ഡിസിപ്ലിൻ, നമ്മുടെ ആത്മീയ തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാനുള്ള പ്രതിബദ്ധത എന്നിവയാണ്.
കൂടാതെ വിശ്വാസികളുടെ പിന്തുണയുള്ള ഒരു സമൂഹമായി നമ്മെ വലയം ചെയ്യുന്നത് പ്രലോഭനത്തെ ചെറുക്കാൻ സഹായിക്കും. പ്രലോഭനത്തെ നേരിട്ടതിന് ശേഷം ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിക്കാൻ വന്നതുപോലെ പ്രാർത്ഥനകളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ കഴിയുന്ന സഹവിശ്വാസികളിൽ നിന്ന് നമുക്ക് ശക്തിയും പ്രോത്സാഹനവും തേടാം. ശക്തമായ ഒരു പിന്തുണ ശൃംഖല കെട്ടിപ്പടുക്കുന്നത് പ്രലോഭനത്തെ ചെറുക്കാനും നീതിയുടെ പാതയിൽ തുടരാനും ആവശ്യമായ പ്രോത്സാഹനവും ശക്തിയും നമുക്ക് നൽകും. എല്ലാവർക്കും ഒരു വിശുദ്ധമായ ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഓളച്ചൻ CSSR ഫ്രം കേരള.